ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ മഹാറാലിയിൽ മമതാ ബാനർജിയാണ് പട്ടിക പ്രഖ്യാപിച്ചത്. ക്രിക്കറ്റ് താരം യൂസുഫ് പഠാൻ ബഹ്റാംപൂരിൽ കോൺഗ്രസിന്റെ അധീർ രഞ്ജൻ ചൌധരിക്കെതിരെ മത്സരിക്കും. കൃഷ്ണനഗറിൽ മഹുവ മൊയ്ത്രയും അസൻസോളിൽ ശത്രുഘ്ൻ സിൻഹയുമാണ് സ്ഥാനാർത്ഥികൾ. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയാണ് ഇത്തവണയും ഡയമണ്ട് ഹാർബറിലെ സ്ഥാനാർത്ഥി. വിശദാംശങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ക്രിക്കറ്റ് താരങ്ങൾ അടക്കമുള്ളവരുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ്. ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? പ്രമുഖ സ്ഥാനാർത്ഥികൾ അവരുടേതായ മണ്ഡലത്തിൽ തന്നെയാണല്ലോ വീണ്ടും മത്സരിക്കുന്നത്. നുസ്രത് ജഹാന്റെ കാര്യം ഈ കൂട്ടത്തിൽ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. നുസ്രത് ജഹാന് സീറ്റ് നൽകിയിട്ടില്ല. ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പട്ടിക തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ 42 സീറ്റുകളിലും തങ്ങൾ തന്നെ മത്സരിക്കും, തങ്ങൾക്ക് വിജയം അനിവാര്യമാണ് എന്ന് അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നതാണ്. അലിപ്പൂർ ദ്വാറിൽ പ്രകാശ് ബൈറക്, അസൻസോളിൽ ശത്രുഘ്ൻ സിൻഹ, ബരംപൂരിൽ യൂസഫ് പത്താൻ, ഒപ്പം ബസീർഘട്ടില് ഹാജി നുസ്രത് ഇസ്ലാം, ബിർബഹാമില് സത്യേന്ദ്ര റോയ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കീർത്തി ആസാദ് അടക്കമുള്ള വളരെ നീണ്ട ഒരു പട്ടികയാണ് ഇന്ന് തൃണമൂൽ കോൺഗ്രസിന് പ്രഖ്യാപിക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ചില പേരുകൾ നോക്കുകയാണെങ്കിൽ സയൂനി ഘോഷ് അടക്കമുള്ള പേര് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവർ ജാദവ്പൂരിൽ നിന്നായിരിക്കും മത്സരിക്കുന്നത്. നിർമ്മൽ ചന്ദ്ര റോയ് ജയ്പാൽപുരിയിൽ നിന്നായിരിക്കും അദ്ദേഹം മത്സരിക്കുന്നത്. നേരത്തെ ക്രിസ്ത്യൻ സൂചിപ്പിച്ചതുപോലെ ഡയമണ്ട് ഹാർബറിൽ നിന്ന് അഭിഷേക് ബാനർജി ജനവിധി തേടുന്നു വീണ്ടും എന്നുള്ളതും ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ഈ പ്രഖ്യാപനം, ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഒപ്പമുണ്ടാകുമെന്ന് കരുതിയ മറ്റു പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഉൾപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു നിലപാട് തൃണമൂൽ കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പശ്ചിമ ബംഗാളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വിജയം, ഏറ്റവും മികച്ച വിജയം നേടുക എന്നുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മമതാ ബാനർജിയുടെ നിർദ്ദേശമനുസരിച്ച് അഭിഷേക് ബാനർജിയാണ് ഈ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ വെച്ച്, ബ്രിഗേഡ് പരേഡിൽ വെച്ച് ഈ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന.